അവരുടെ മൈൻഡ് പോകുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ വെറുതെ ഒരു എഞ്ചിനീയറെ നമ്മൾ സൈറ്റിൽ നിർത്തേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ. സോ പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്ക് പെട്ടെന്ന് ഞങ്ങൾ എന്ത് ചെയ്യും, സബ് കോൺട്രാക്ട് കൊടുത്തുകൊണ്ട് പടവാണെങ്കിൽ അങ്ങനെ, പ്ലാസ്റ്ററിംഗ് ആണെങ്കിൽ അങ്ങനെ, ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, എല്ലാം ഇവിടെ നമുക്ക് സുലഭമായിട്ട് ഇപ്പോൾ ലാബോസിന് അവൈലബിൾ ആണ്, കോൺട്രാക്ടേഴ്സിന് അവൈലബിൾ ആണ്. അപ്പോൾ പിന്നെ എന്തിനാണ് എഞ്ചിനീയേഴ്സിന് കൊടുക്കേണ്ടത്, അവർക്ക് ഭയങ്കര ചാർജ് അല്ലേ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് എന്ത് ചെയ്യും, ലോക്കലി ഇവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് കൊടുത്തുകൊണ്ട് വർക്ക് ഫിനിഷ് ചെയ്യും. പക്ഷേ അവസാനം ഇന്റീരിയറിന്റെ സമയത്തൊക്കെ എന്ത് ചെയ്യും, ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരുന്ന സമയത്താണ് എഞ്ചിനീയേഴ്സിനെ ഇവർ സമീപിക്കാം. എന്നിട്ട് പറയും ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട്, ഇതിനൊരു ബെറ്റർ സൊല്യൂഷൻ നിങ്ങൾ തരണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് റീവർക്ക് ചെയ്യേണ്ട സാഹചര്യം വരുന്നു. അവിടെ നമുക്ക് എഗെയിൻ ഒരു എക്സ്ട്രാ എമൗണ്ട് നമ്മൾ കണ്ടെത്തേണ്ട, അല്ലെങ്കിൽ ആ ഒരു റീവർക്ക് ചെയ്യുന്നതിന് നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്കൊരു ഫണ്ട് നമ്മൾ കണ്ടെത്താൻ സാഹചര്യം വരികയാണ്. അപ്പൊ നേരത്തെ ഈ ഒരു കാര്യം നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യില്ല, ഈ ഒരു അഡീഷണൽ കോസ്റ്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുമെന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്.